ബൈബിൾ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനുള്ള ചില തെളിവുകളാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് രണ്ടാമത് വരുമെന്ന് ആദ്യമേ പറഞ്ഞത് ഹാനോക്കാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഹാനോക്കിനെ നാം കാണുന്നു. യൂദയുടെ പുസ്തകം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാവികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുതുമായ ഒരു പട്ടണത്തെ അബ്രഹാം നോക്കി പാർത്തിരുന്നു. അത് ഭാവിയിൽ ദൈവവും മനുഷ്യനും ഒന്നിച്ചു വസിക്കുന്ന പുതിയ യെരുശലേം എന്ന തേജസ്സേറിയ പട്ടണം ആകുന്നു. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നവർ യെശയ്യാവ്, യോവേൽ, ദാനിയേൽ, യിരെമ്യാവ്, യെഹെസ്കേൽ, ഹഗ്ഗായി, സക്കരിയാവ്, മീഖ, മലാഖി എന്നീ പുസ്തകങ്ങളിലും കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 23 തവണ ക്രിസ്തു തൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പഠിക്കുമ്പോൾ 1845 തവണയാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യ വരവിനേക്കാൾ 8 ഇരട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമത്തിൽ 23 പുസ്തകങ്ങളിലും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 260 അധ്യായങ്ങളുള്ള പുതിയ നിയമത്തിൽ 318 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. പോൾ തൻ്റെ ലേഖനത്തിൽ 13 തവണ സ്നാനത്തെക്കുറിച്ചും 150 തവണ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. 50 തവണ ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ കർത്താവ് വീണ്ടും വരുമെന്നുള്ളതാണ്. ആകയാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.